എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1891 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗനപ്രാർത്ഥന. നന്ദി. ലക്ഷക്കണക്കിന് മലയാളികളെ ആനന്ദസാഗരത്തിൽ ആറാടിക്കാൻ കഴിഞ്ഞ മഹത് വ്യക്തിത്വങ്ങൾ ഒന്നാണ് ശ്രീ വയലാർ രാമവർമ്മ. വയലാറിനോടൊപ്പം തന്നെ യേശുദാസും നമ്മുടെ അനശ്വരൻ സംഗീതജ്ഞനായ ദേവരാജനെ കൂടെ ചേരുമ്പോൾ ഒരു കാലഘട്ടം തന്നെ പിറന്നു. അതിൻ്റെ ഓർമ്മയിലായിരിക്കാം ഇന്നും മലയാളികൾ ചലച്ചിത്ര ഗാനങ്ങളെ നെഞ്ചിലേറ്റുന്നത്. അപ്പോൾ IFPH ഇന്ന് വയലാറിൻ്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗാനാഞ്ജലി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് സമർപ്പിക്കുകയാണ്. ശ്രീ വയലാർ രാമവർമ്മയുടെ 50ാം ചരമവർഷത്തോടനുബന്ധിച്ച് ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് IFPHന്റെ സംഗീത സംവിധായകൻ, എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിക്കുന്ന ഡോക്ടർ സനേഷിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഡോക്ടർ സനേഷ്. പ്രിയമുള്ളവരെ, ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന നമ്മുടെ ഈ സംഘടന തുടങ്ങിയ കാലം മുതൽ തന്നെ വ്യത്യസ്തമായ പ്രസന്റേഷനുകൾ ഈ വേദിയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രസന്റേഷനുകളുടെ പ്രസക്തി എന്ന് പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായും നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാർ മാത്രമല്ല, നമ്മളൊരു മനുഷ്യ സ്നേഹിയും ഈ സമൂഹത്തിലെ വ്യക്തിത്വങ്ങളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലുള്ള ഒത്തിരി പോലെ തന്നെ നമുക്കും ഒത്തിരി സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ, ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഗാനം ആസ്വദിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗാനം കേൾക്കുക, കാണുക. അപ്പം അങ്ങനെയുള്ള ഗാന നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ തന്നെ നമ്മളെല്ലാം ത്രസിപ്പിക്കുന്ന പല ഭാവഗായകരും അതുപോലെ തന്നെ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വയലാർ എന്ന ഒരൊറ്റ വാക്ക് പറയുമ്പോൾ തന്നെ അദ്ദേഹം ആരാണെന്നും എന്താണെന്നും ഓരോ മലയാളിയുടെ മനസ്സിലും കയറിപ്പറ്റുന്നു. അത്ര കണ്ട് അതിമനോഹരമായ കവിതകളും സിനിമ ഗാനങ്ങളുമാണ് നമുക്ക് അദ്ദേഹം തന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ നമ്മോടൊപ്പം പലവട്ടം വന്നിട്ടുണ്ട്. ഇനിയും അദ്ദേഹം വരാം. പക്ഷേ ഈ ആഘോഷങ്ങളുടെ പെരുമഴക്കാലമായതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മളോടൊപ്പം പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ തീർച്ചയായും ഒരു ദിവസം അദ്ദേഹം വീണ്ടും വരും. അപ്പോൾ അന്നും നമ്മൾ ഇതുപോലെ തന്നെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷ ഈ വേദി വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചിരുന്നു. അന്ന് നടത്തിയ പ്രഭാഷണവും അതുപോലെ തന്നെ നമ്മളുടെ ആൾക്കാർ അതിന് നടത്തിയ സന്ദേശങ്ങളും ഒക്കെ എല്ലാവരെയും സംതൃപ്തമാക്കുന്ന ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വേദി വളരെ വ്യത്യസ്തമായ ഒരു പ്രസൻറ്റേഷനാണ്. നമ്മുടെ ശ്രീ വയലാർ രാമവർമ്മ രചിച്ചിട്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗാനാഞ്ജലി എന്ന പേര് ഈ പ്രോഗ്രാമിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താമെന്ന് ഏറ്റിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത കവിയും ശ്രീ TP ശാസ്തമംഗലമാണ്. അത് തുടർന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീ ബിജു പെരുമ്പഴ, ഡോക്ടർ അബ്ദുൽ ഗഫൂർ, ഡോക്ടർ ഷീബ റാണി, ഡോക്ടർ സുനിൽകുമാർ തുടങ്ങിയ എല്ലാവരെയും പ്രത്യേകം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ഈ വേദിയിൽ പങ്കെടുക്കുന്ന, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ മോഡറേറ്ററായിട്ട് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന ശ്രീ ഡോക്ടർ മനോജ്. നമുക്കെല്ലാവർക്കും അറിയാം, IFPHൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ ഓരോ ദിവസവും ആസൂത്രണം ചെയ്യുന്നതിൽ അദ്ദേഹം എത്ര കണ്ട് സ്ട്രെയിൻ എടുത്താണ് ഇത്രയും ആൾക്കാരെ ഈ വേദിയിൽ എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അതിനൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ കൂടി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് ഈയിടെ ഒരു വളരെ നല്ല അവാർഡ് കിട്ടി. തീർച്ചയായും അങ്ങനെയുള്ള അവാർഡുകൾക്ക് 100% ചേർന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ മനോജ്. അപ്പം അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുക കൂടെയാണ്. അതുകൂടാതെ നമ്മുടെ ഈ വേദിയിൽ ഇന്ന് നന്ദി പറയുന്നത് മറിയാമ്മ ജോൺ ഡോക്ടറാണ്. ഇവരെല്ലാവരും വളരെ സർക്കാർ സർവീസിൽ സേവനം അനുഷ്ഠിക്കുകയും അത് തുടർന്ന് ചെയ്യുന്ന ആളാണ് മറിയാമ്മ ഡോക്ടറും അതുപോലെ ഷൈല ഡോക്ടറും ഒക്കെ റിട്ടയർ ചെയ്ത CMOമാരാണ്. അപ്പം അത്രയ്ക്ക്
കഴിവും ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ മുന്നിൽ ഈ പ്രോഗ്രാംസ് ഓരോ ദിവസവും അവതരിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരെയും ഈ വേദിയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നന്ദി സനേഷ് ഡോക്ടറെ. ഒരു ഗാനം എങ്ങനെയാണ്, എന്താണ് അതിന്റെ ഭാവാർത്ഥങ്ങൾ, അതിന്റെ സൂക്ഷ്മാർത്ഥങ്ങൾ എങ്ങനെയാണ്, അതിനെ ഓരോ നൂലിഴ കീറി പരിശോധിക്കുന്നതിൽ അതിവിദഗ്ധനായ ഒരു CBI അന്വേഷണം പോലെ ഒരു പാട്ടിനെ അന്വേഷിക്കുകയും എല്ലാം കണ്ടെത്തുന്ന ശ്രീ TP ശാസ്തമംഗലം സാർ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിന് ക്ഷണിക്കാം. സാർ അൺമ്യൂട്ട് ചെയ്യാമോ സാർ? അൺമ്യൂട്ട് ചെയ്യണേ സാർ. അതിന് താഴെ ഒരു മൈക്ക് സിമ്പൽ ഉണ്ട് സാർ, അവിടെ തൊട്ട് ടച്ച് ചെയ്താൽ മതി, മൊബൈലിന്റെ താഴെയായിട്ട്. ആ അൺമ്യൂട്ട് ആയി സാറേ. വന്നോ? ശരിയാ, ശരിയായോ? ക്ലിയർ ആയി സാർ, ക്ലിയർ ആയി. ഓക്കെ, ശരി ശരി, പറയാമല്ലോ അല്ലേ? പറയാം സാർ, പറയാം. വയലാർ രാമവർമ്മ എന്ന ഗാനരചയിതാവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയണമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒന്നും പോരാ. അദ്ദേഹത്തിന്റെ ഗാന സാഗരം എന്ന് ഞാൻ വിശേഷിപ്പിക്കട്ടെ അതിവിശാലമാണ്. എങ്കിലും ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഏതാനും ഗാനങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ഗാനരചനയുടെ മാഹാത്മ്യം വ്യക്തമാക്കാനാണ് ഞാൻ എളിയ ശ്രമം നടത്തുന്നത്. ഏറ്റവും പ്രസിദ്ധമായ ചെമ്പരത്തി എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതിയ ഒരു ഗാനം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഒരുപക്ഷെ ഇന്ന് ആരെങ്കിലും അത് പാടുന്നുമുണ്ടാവും. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വയ്ക്കു നീ നഗരപാതയായി അകത്തുവരും. ചെമ്പരത്തി എന്ന ചിത്രത്തിൽ മലയാള നാട് വാരികയിൽ തൻ്റെ കവിത അച്ചടിച്ചു വരുന്നത് തൻ്റെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ, ദിനേശൻ എന്ന കവി കൂട്ടുകാരനെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിച്ച പാട്ടാണ്. രാഘവൻ, ഇപ്പോൾ അഭിനയ രംഗത്തുനിന്ന് അങ്ങനെ സജീവമല്ലാത്ത രാഘവൻ, സുധീർ എന്നിവരാണ് ആ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടത്. ചക്രവർത്തിനി എന്ന് പറഞ്ഞാൽ രാജ്ഞിമാരുടെ രാജ്ഞി എന്നാണ് അർത്ഥം. വെറും രാജ്ഞിയല്ല, രാജ്ഞിമാരുടെ രാജ്ഞി. ഇവിടെ വയലാർ പറയാതെ തന്നെ പറഞ്ഞിരിക്കുന്നു, പ്രണയത്തിന്റെ ചക്രവർത്തിനിയാണ്. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. ശില്പഗോപുരം എന്ന് പറഞ്ഞാൽ അറിയാലോ, മനോഹരമായ ഒരു രമ്യഹർമ്മ്യം അല്ലെങ്കിൽ മനോഹരമായ ഒരു ഗോപുരം നിനക്ക് വേണ്ടി ഞാൻ പണിതു. ഒരുപക്ഷേ നായകന്റെ അല്ലെങ്കിൽ കവിയുടെ മനസ്സു തന്നെയായിരിക്കാം ഈ ശില്പഗോപുരം. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. എന്നിട്ട് പറയുന്നു, പുഷ്പപാതുകം, പാതുകം ചെരുപ്പ്, പുഷ്പപാതുകം പൂ കൊണ്ടുള്ള ചെരുപ്പാണ് അവൾ അണിഞ്ഞിരിക്കുന്നത്. രാജ്ഞിമാരുടെ രാജ്ഞിയാണ്. അപ്പോൾ സ്വാഭാവികമായും സാധാരണ ചെരുപ്പല്ല അവൾ അണിയുക, പൂ കൊണ്ടുള്ള ചെരുപ്പാണ്. പക്ഷേ കവി പറയുന്നു, നായകൻ പറയുന്നു, ആ ചെരുപ്പ് പോലും പുറത്തു വച്ചിട്ട് നഗ്നപാതയായിട്ട് വേണം നീ അകത്തേക്ക് വരാൻ. അത്രമാത്രം ദിവ്യമാണ് ഞാൻ നിനക്ക് വേണ്ടി പണിത ഈ ശില്പഗോപുരം എന്ന അർത്ഥത്തിലാണ് വയലാർ അത് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല അവിടെ കുറച്ചുകൂടി നമ്മൾ കടന്ന് ചിന്തിച്ചാൽ, പാതുകം എന്ന് പറഞ്ഞാൽ ചെരുപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ആ ചെരുപ്പ് എന്ന് പ്രയോഗിക്കാൻ ഒരു കാരണം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, ചെമ്പരത്തി എന്ന ചിത്രത്തിന് വേണ്ടി എഴുതിയ പാട്ടാണ്. ചെമ്പരത്തിക്ക് ഇംഗ്ലീഷിൽ ഷൂ ഫ്ലവർ എന്നാണ് പറയുക. അപ്പൊ ആ ഷൂ ഫ്ലവർ എന്ന വാക്കിൽ നിന്ന്, ഷൂയിൽ നിന്നാണ് ഒരുപക്ഷെ ഈ പുഷ്പപാതുകം പുറത്തു വയ്ക്കാനായിട്ട് നായികയോട് ആവശ്യപ്പെടാൻ പറ്റാറുണ്ട്, അങ്ങനെ തോന്നിയത് എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല അവിടെ മലയാളിയുടെ ഒരു സംസ്കാരത്തെ അടിവരയിട്ട് വയലാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ അന്യന്റെ വീട്ടിൽ കയറുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ, അമ്പലത്തിൽ കയറുമ്പോൾ, മോസ്കിൽ കയറുമ്പോൾ ചെരുപ്പ് പുറത്തു വയ്ക്കും. അത് മലയാളി ആർജിച്ച ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ അടിവരയിട്ടുകൊണ്ടാണ് വയലാർ പുഷ്പപാതുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ എന്ന് എഴുതി. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും മനോഹരമായ 10 പാട്ടുകൾ എടുത്താൽ അതിൽ ഈ പാട്ട് ഉൾപ്പെടും എന്നതാണ് പരമാർത്ഥം. ഒരിക്കൽ ACV എന്ന് പറയുന്ന ചാനൽ വായനക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ ഇടയിൽ ഒരു ഗാലപ്പോൾ നടത്തി.
മികച്ച ഗാനം, അതുവരെ ഇറങ്ങിയ മികച്ച ഗാനം കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തി. അതിൻ്റെ ജഡ്ജിങ് പാനലിൽ ഞാനും ഉണ്ടായിരുന്നു. ഈ ചക്രവർത്തിനിയാണ് അന്ന് ഒന്നാം സ്ഥാനത്തെത്തിയത്. മാത്രവുമല്ല, ആകാശവാണി മറ്റൊരു അവസരത്തിൽ മികച്ച 10 ഗാനങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ, ശ്രോതാക്കളുടെ ഇടയിൽ നിന്ന് അഭിപ്രായ വോട്ടോടുകൂടി തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോഴും ഈ ചക്രവർത്തിനി വളരെ മുകളിൽ തന്നെ അത് വരികയുണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത് പ്രണയഗാനത്തിന്റെ കഥയാണെങ്കിൽ വയലാർ എഴുതിയ ഒരു പ്രണയഭംഗഗാനത്തിന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞു. രാജഹംസം എന്ന് പറയുന്ന ഹരിഹരന്റെ സിനിമ, അതിൽ പ്രേം നസീറും ജയഭാരതിയുമാണ് നായകനും നായികയായിട്ട് അഭിനയിച്ചത്. സിനിമ അത്ര ഹരിഹരന്റെ സാധാരണ ഉള്ള സിനിമയുടെ അത്ര നിലവാരമൊന്നും ഉള്ള സിനിമയായിരുന്നു. പക്ഷേ വയലാർ എഴുതിയ പാട്ടിന് അന്നും ഇന്നും ആ നിലവാരമുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ സന്ധ്യാപുഷ്പവുമായി വന്നു, ആരും തുറക്കാത്ത പൂമുഖവാതിൽ അന്യനെപ്പോലെ ഞാൻ. സന്യാസിനി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം വിട്ട് സന്യാസവൃത്തി സ്വീകരിച്ച നായികയാണ്. അവിടെ നായികയുടെ പ്രണയഭംഗമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ഇന്നലെ വരെ നായകനും നായികയും പ്രണയബദ്ധരായിരുന്നു. പക്ഷെ ഇന്ന് അവൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ തേച്ചിട്ട് പോയി വേറൊരു കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ സന്യാസ ജീവിതം നയിച്ച് ശേഷിച്ച ജീവിതം നയിക്കുകയോ ചെയ്യുമ്പോൾ നായകൻ പാടുന്നതാണ് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ സന്ധ്യാപുഷ്പവുമായി വന്നു. അത് ആയിക്കോളൂ. വയലാറ് ഒരു നിരീശ്വരവാദിയായിരുന്നു. ഈ സന്യാസ ജീവിതത്തിലും അല്ലെങ്കിൽ ആശ്രമത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത ആളായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും സിനിമയ്ക്ക് വേണ്ടി തൂലികയെടുത്തപ്പോൾ അദ്ദേഹം പുണ്യാശ്രമം എന്നാണ് പ്രയോഗിച്ചത്. പുണ്യാശ്രമം, വെറും ആശ്രമം എന്നല്ല, പുണ്യാശ്രമത്തിൽ സന്ധ്യാപുഷ്പവുമായി. ആ സന്ധ്യാപുഷ്പത്തിനൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. സന്ധ്യയുടെ നിറം കാഷായ വസ്ത്രം അണിഞ്ഞിരിക്കുന്ന നായികയുടെ ആ നിറത്തിന് സമാനമാണ്. മാത്രവുമല്ല, സന്ധ്യാപുഷ്പം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അസ്തമയത്തെ സൂചിപ്പിക്കുന്നതാണ്. അവൾക്ക് നൽകാൻ, പ്രണയഭംഗം വന്നതിന് ശേഷം കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപഹാരം എന്ന് പറയുന്നത് സന്ധ്യാപുഷ്പമാണ്. സന്ധ്യാപുഷ്പവുമായി വന്നു. അപ്പോഴെന്താ സംഭവിച്ചു? ആരും തുറക്കാത്ത പൂമുഖം. ഈ ആശ്രമത്തിന്റെ വാതിലുകൾ ഇങ്ങനെ മലർക്കെ തുറന്നിട്ടിരിക്കില്ല, എപ്പോഴും അടച്ചിട്ടിരിക്കും. അത് മാത്രമല്ല, ഇയാൾ ഒരുപക്ഷെ ദൂരെ നിന്ന് വരുന്നത് കണ്ടിട്ട് നായിക മനഃപൂർവ്വം കൊട്ടിയടച്ചതുമാകാം. കാരണം പ്രണയം പരാജയപ്പെട്ട് അല്ലെങ്കിൽ അതിന് ഭംഗം വന്ന് നായകനെ കാണണ്ട എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം കൊട്ടിയടച്ച്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആരും തുറക്കാത്ത പൂമുഖവാതിൽ. അവിടെയാണ് വയലാറിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരും തുറക്കാത്ത പൂമുഖവാതിൽ ഇയാള് വന്നു നിൽക്കുന്നു. അന്യനെ പോലെ ഞാൻ നിന്നു. അന്യനെ പോലെ. ഇന്നലെ വരെ ഞാൻ നിനക്ക് സ്വന്തമായിരുന്നു, നീ എനിക്ക് സ്വന്തമായിരുന്നു. ഇന്ന് ഞാൻ നിനക്ക് അന്യനായി മാറി. അവിടെയാണ് ആ പാട്ടിന്റെ മഹത്വം ഇരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ വയലാർ എഴുതിയിട്ടുണ്ട്. ഒരു സംഭവം ഞാൻ പറയാം. ഒരിക്കൽ എറണാകുളത്ത് നിന്ന് വയലാർ രാമവർമ്മയും PN മേനോനും SK നായരും കൂടി അംബാസഡർ കാറിൽ കൊല്ലത്തേക്ക് വരുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഊണ് കഴിഞ്ഞ് പിറകത്തെ സീറ്റിൽ PN മേനോനും നമ്മുടെ SK നായരും ചാരിക്കിടന്ന് മയങ്ങുന്നു. ഡ്രൈവറുടെ ഇടതുവശത്തെ സീറ്റിൽ ഇരുന്ന് വയലാർ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഡ്രൈവറുടെ കയ്യിൽ പിടിച്ചമർത്തിയിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞു. സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തിയപ്പോൾ അവര് പിറകെ ഇരുന്നവർ ആ ബ്രേക്കിന്റെ ആഘാതത്തിൽ രണ്ടുപേരും ഞെട്ടി ഉണർന്നു. എന്താണ് കാര്യം എന്നന്വേഷിച്ചപ്പോൾ ഇടതുവശത്ത് അവിടെ ഒരു റോഡിന്റെ വക്കിലായിട്ട് ഒരു വലിയ മാവ് നിൽക്കുന്നു. ആ മാവിന്റെ വളരെ ഉയരത്തിൽ ഒരു മാങ്ങ പഴുത്തു നിൽക്കുന്നു. വയലാറിന് അത് അപ്പോൾ തന്നെ കഴിക്കണം. അതൊരാഗ്രഹമാണ്. പക്ഷേ അന്ന് വയലാർ എന്തെങ്കിലും ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടെ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായ SK നായർക്കും PN മേനോനും സാധിച്ചു കൊടുത്തിരിക്കും. അതാണ് അവരുടെ രീതി. അപ്പോ കാറ് നിർത്തി SK നായർ ഇറങ്ങി ഈ മാങ്ങ പറിക്കാനായിട്ട് ഒരു തൊഴിലാളിയെ കിട്ടുമോ എന്ന് അന്വേഷിച്ചിങ്ങനെ നടക്കുമ്പോൾ, വിജനമായ സ്ഥലമാണ്. നടക്കുമ്പോൾ അപ്പോൾ വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ് കാറ്റ് കൊള്ളാനായിട്ട്. ഇപ്പോഴത്തെ പോലെ AC കാറൊന്നുമല്ല, സാധാരണ ഒരു അംബാസഡർ കാർ, വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ PN മേനോൻ വയലാറിനെ ഓർമ്മിപ്പിച്ചത്. കുട്ട, അടുപ്പമുള്ളവർ അദ്ദേഹത്തെ കുട്ട എന്നാണ് വിളിക്കുന്നത്. കുട്ട, പാട്ടൊന്നും എഴുതിയില്ലല്ലോ, ഒരു പാട്ട് കൂടി ഇനി എഴുതാനില്ലേ? തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് കൂടി എഴുതാനുണ്ട്, ആ പാട്ട് എഴുതിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ശരിയാണ്, ഞാൻ അത് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട്
പേപ്പർ അന്വേഷിക്കുന്നു. അവിടെ വിജനമായ സ്ഥലത്ത് ഇവിടെ പേപ്പർ കിട്ടാൻ പേപ്പറില്ല. പക്ഷെ PN മേനോന്റെ പോക്കറ്റിൽ ഒരു പേനയുണ്ട്. അപ്പൊ ഒരു കടലാസ് കഷ്ണമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പാട്ട് എഴുതാമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് PN മേനോന് ഒരു ഐഡിയ വന്നത്. അദ്ദേഹം വളരെ ഈ ചെയിൻ സ്മോക്കറാണ്, എപ്പോഴും സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്, വയലാറും സിഗരറ്റ് വലിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റില് പാസിംഗ് ഷോ എന്ന് പറയുന്ന അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന PN മേനോന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള, അദ്ദേഹം എപ്പോഴും വലിക്കുന്ന ഒരു സിഗരറ്റ്, ഒരു സായിപ്പ് തൊപ്പിയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. ഞാൻ കൊച്ചു നാളിൽ അതിന്റെ കവർ കണ്ടിട്ടുണ്ട്. ഈ പിന്നെ ഓവലി ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ് നിയമപരമായ മുന്നറിയിപ്പൊക്കെ വരുന്നതിന് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കവർ എടുത്ത്, പിന്നെ സിഗരറ്റൊക്കെ എടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് കവർ കീറി അതിൻ്റെ വശത്ത് കുറച്ച് ഈ അകംവശം നല്ല എഴുതാൻ പറ്റിയ സ്ഥലമാണല്ലോ, ഈ അംബാസഡർ കാറിന്റെ പുറത്ത് വെച്ച് വയലാറ് അപ്പോഴെഴുതിയതാണ് പാരിജാതം തിരുമൊഴി തുറന്നു, പവിഴമുന്തിരി പൂത്തുവിടർന്നു, നീലോൽപ്പലമിഴി നീലോൽപ്പലമിഴി നീ മാത്രം എന്തിനുറങ്ങി എന്ന. അവിടെ പാരിജാതം എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. നമുക്കറിയാം, ഇന്ദ്രന്റെ നന്ദനോദ്യാനത്തിലെ ഒരു ദിവ്യ വൃക്ഷമാണ് പാരിജാതം. അതറിയാവുന്ന വയലാർ അടുത്ത വരി തിരുമിഴി തുറന്നു എന്ന്, തിരു എന്നുള്ള വിശേഷണം കൂടി ചേർത്തി. കാരണം ദിവ്യമായ വൃക്ഷമാണ്, അതുകൊണ്ട് തിരുമിഴി തുറന്നു. അതാണ് വയലാറിനെ നമ്മൾ മനസ്സിലാക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രയോഗങ്ങളിലൂടെയാണ് അദ്ദേഹം ആളുകളുടെ ഇടയിലേക്ക് ജനകീയ ഗാനരചയിതാവായി മാറി. തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തുവിടർന്നു, നീലോൽപ്പലമിഴി നീലോൽപ്പലം, അവിടെയും നീലോൽപ്പലം എന്നുള്ളതാണ് പ്രയോഗിച്ചിരിക്കുന്നത്. നീ മാത്രം എന്തിനുറങ്ങി, ഇവരെല്ലാം ഉണർന്നിരിക്കുന്നു രാത്രിയായിട്ടും, നീ മാത്രം എന്തിനുറങ്ങി. അത് ആ സന്ദർഭം കൂടി മനസ്സിലാക്കണം. ഒരു 2 നില വീട്ടിന്റെ ഉയരത്തെ ഈ പിന്നെ റോഡ് സൈഡിലുള്ള ബെഡ്റൂമിൽ നായിക ഉണ്ട്. ആ നായികയെ ഉണർത്താൻ വേണ്ടി, ഉറങ്ങിക്കഴിഞ്ഞോൾ ഉണർത്താൻ വേണ്ടി നായകൻ ഇപ്പുറത്തെ റോഡ് വക്കിൽ നിന്ന് പാടുകയാണ് പാരിജാതം തിരുമൊഴി, യേശുദാസ് പാടിയ അതിമനോഹരമായ. എന്നോട് ദേവരാജ മാഷാണ് ഈ സന്ദർഭം പറഞ്ഞു തന്നത്. അപ്പൊ ഈ അവിടെ നിന്ന് പാടുമ്പോൾ ഉറക്കെ പാടിയാൽ നാട്ടുകാർ മുഴുവൻ കേട്ട് ബഹളം ഉണ്ടാക്കും, ആളുകൾ വരും. പക്ഷേ നായിക കേൾക്കുകയും വേണം. നായിക ഉറക്കമുണർന്ന് അറ്റ്ലീസ്റ്റ് ആ കിളിവാതിലൂടെയെങ്കിലും നായകനെ ഒരു കടാക്ഷമെങ്കിലും ചെയ്യണം. അപ്പൊ ആ ഉദ്ദേശത്തോടെയാണ് ഈ പാരിജാതം തിരുമൊഴി തുറന്നു, പവിഴമുന്തിരി പൂത്തുവിടർന്നു, നീലോൽപ്പലമിഴി നീലോൽപ്പലമിഴി നീ മാത്രം എന്തിനുറങ്ങി എന്ന പാട്ട്. ഒരു പാട്ടിനെ കൂടി പറഞ്ഞിട്ട് ഞാൻ ഇതങ്ങ് അവസാനിപ്പിക്കും, കാരണം അധികം സമയമില്ല. അശ്വമേധം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതില് ഒരു വലിയ എടുത്തു പറയേണ്ട ഒരു പാട്ടുണ്ട്. 7 സുന്ദര രാത്രികൾ അതായത് കല്യാണം ഉറപ്പിച്ചു, നായികയുടെ കല്യാണം ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിച്ചപ്പോൾ നായിക തനിയെ പാടുന്നതാണ് 7 സുന്ദര, ഇനി 7 ദിവസമേ ഉള്ളൂ കല്യാണത്തിന്, 7 സുന്ദര രാത്രികൾ. ആലോചിച്ച് നോക്കൂ ആ സുന്ദരം എന്നുള്ള പ്രയോഗം. ആ നായികയെ സംബന്ധിച്ചിടത്തോളം ഇനി കല്യാണം എത്താൻ 7 ദിവസങ്ങളാണ്. ആ 7 ദിവസങ്ങളും അവളെ സംബന്ധിച്ചിടത്തോളം സുന്ദരമാണ്. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ. ഏകാന്തം എന്ന് വെച്ചാൽ തനിച്ചനുഭവിക്കുന്ന രാത്രികൾ. കല്യാണം ഉറപ്പിച്ചാലും അല്ലെങ്കിൽ പ്രണയത്തിൽ ഏർപ്പെട്ടാലും ഒക്കെ തനിയെ ഇരിക്കുമ്പോഴാണ് അനുഭൂതി കൂടുതൽ വരിക. അത് മനസ്സിലാക്കിയ വയലാറിന്റെ വരിയാണ് ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ. അതിനെയൊക്കെ ഒരു വിശേഷണം, വികാര കൊണ്ട് തരളിതമായ ഗാത്രികൾ. വിവാഹ പൂർവ്വരാത്രികൾ, പൂർവ്വം എന്ന് വെച്ചാൽ മുമ്പുള്ളത്, വിവാഹത്തിന് മുമ്പുള്ള 7 രാത്രി. ഇതിനേക്കാൾ മനോഹരമായി ആ സന്ദർഭത്തിന് മറ്റൊരു പാട്ട് എഴുതാൻ. അതാണ് വയലാർ. ഈ വയലാറിന്റെ മരണത്തിന് ശേഷമാണ് പുതിയ പുതിയ ഗാനരചയിതാക്കൾ വരികയും ഗാനരംഗത്തെ വികലമാക്കുകയും ചെയ്തത്. ഇന്ന് അതിൻ്റെ എന്താ പറയുന്നത്, ഏറ്റവും മോശമായ അവസ്ഥ ഇന്നലെ പോലും, അല്ലെങ്കിൽ ഇന്ന് പോലും നമ്മൾ, അല്ലെങ്കിൽ ഇന്നലെ പോലും എന്ന് തന്നെ പറയാം, ഇന്നലെ പോലും അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയുടെ മൂർധന്യ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇത്തവണ ഗാനരചനയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരം കൊടുത്ത പാട്ടെടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ പോയിട്ട് ഒരു വാക്ക് നമുക്ക് എടുക്കാൻ. അവിടെയാണ് വയലാറിന്റെ മഹത്വം. അദ്ദേഹം മരണമടഞ്ഞിട്ട് 47-ാം വയസ്സിൽ അകാലത്തിൽ പൊലിഞ്ഞിട്ട് 50 വർഷമായി. 50 വർഷം മലയാളികൾ മനസ്സിലേറ്റി ഇന്നും താലോലിക്കുന്നു. ഇനി എത്ര 50 വർഷങ്ങൾ കഴിഞ്ഞാലും വയലാറിന്റെ ഗാനങ്ങൾ നിലനിൽക്കും എന്നതിൽ സംശയമില്ല. ഈ എന്താ പറയുന്നത്, സംഗീത സായാഹ്നം
സംഗീത രാത്രി ആയെങ്കിലും സായാഹ്നം എന്ന് പറയുന്നതാണ് അതിന് കൂടുതൽ, അല്ലെങ്കിൽ സംഗീത നിശ. നിങ്ങളുടെ ഏവരുടെയും IFPH നടത്തുന്ന ഈ സംഗീത നിശ നിങ്ങൾ ഏവരുടെയും സദയാനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്നെ ഇങ്ങനെ ഏതാനും വാക്കുകൾ സംസാരിക്കാൻ വിളിച്ച ഇതിൻ്റെ പിന്നിലുള്ള ഡോക്ടർമാരോടും, ഹോമിയോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനിണങ്ങുന്ന ഒരു മരുന്നായിട്ടാണ്. കാരണം അലോപ്പതിയേക്കാൾ പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മരുന്നാണ്. കാരണം അതിന് കയ്പില്ല, പിന്നെ പല 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 ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഡോക്ടർമാരുടെ കൂട്ടായ്മയായ IFPH-ന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. വളരെ നന്ദി സാർ. ഇനിയത്തെ ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സൗരഭ്യം എനിക്ക് മാത്രം, അത് വയലാറിന്റെ പാട്ട് തന്നെയാണ്. നമുക്ക് സംഗീതാർത്ഥന തുടങ്ങാം. അബ്ദുൽ ഗഫൂർ സാർ, സാർ മുൻ DMO കൂടിയാണ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ ജില്ലാ മെഡിക്കൽ ഓഫീസർ. അബ്ദുൽ ഗഫൂർ സാർ, അങ്ങയിൽ തുടങ്ങാം സാർ, പ്ലീസ്. കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ആദ്യമായിട്ട് അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഇവിടെ ഒത്തുകൂടാൻ കഴിഞ്ഞാൽ, ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടാൻ കഴിഞ്ഞാൽ ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഈ പരിപാടിയിലേക്ക് എനിക്ക് കൂടി ഒരു ഭാഗം നൽകിയതിൽ ഉള്ള നന്ദിയും അറിയിക്കുകയാണ്. വയലാറിന്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് വളരെ കല്ലും മുള്ളും നിറഞ്ഞ. അച്ഛൻ മരിച്ചു. അപ്പൊ അതിൽ നിന്നൊരു കാവ്യം അദ്ദേഹം എഴുതി. അതിനുശേഷമാണ് ഇത്രയും ആ ചെറുപ്പകാലത്തിൽ ആ ബുദ്ധിമുട്ടിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് വന്നത്. അദ്ദേഹം ദേവരാജൻ സംഗീതം നൽകി കല്യാണി രാഗത്തിൽ യേശുദാസ് പാടി അങ്കത്തട്ട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഒരു ഗാനം പാടാൻ. അങ്കനമൗലേ അംശുമതി ബാലേ അനംഗ കാവ്യകലേ ഇതിലേ 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 അതിബാലേ നിൻ പാദം ചുംബിച്ചൊരുന്മാദം കൊള്ളുമി ചെമ്പകപ്പൂവായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ. നിൻ പാദം ചുംബിച്ചൊരുന്മാദം കൊള്ളുമി ചെമ്പകപ്പൂവായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ. നിന്നംഗ സൗഭകം വാരിപ്പുണരുമി മന്ദസമീരനായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ. എങ്കിൽ ഞാൻ ചക്രവർത്തി, ഒരു പ്രേമ ചക്രവർത്തി. അങ്കനമാർ മൗലേ അംശുമതി ബാലേ. അല്ലിപ്പുമെയ്യെടുത്തങ്കത്തിൽ വയ്ക്കുമി വള്ളിയു ഞാലായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ. അല്ലിപ്പുമെയ്യെടുത്തങ്കത്തിൽ വയ്ക്കുമി വള്ളിയു ഞാലായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ. നിൻ ദിവ്യ യൗവനം എന്നും പുതയ്ക്കുമീ പൊന്നുടയാടയായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ. എങ്കിലിതു രാജധാനി, ഒരു പ്രേമ രാജധാനി. അങ്കനമാർ മൗലേ അംശുമതി ബാലേ. നിന്ദാഹം തീർക്കുവാൻ ചുണ്ടോടു ചേർക്കുമി തെങ്ങിളം നീരായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ. സൗന്ദര്യറാണി നിൻ മാറിൽ മയങ്ങുമി സ്വർണ്ണ പതക്കമായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ. എങ്കിൽ ഞാൻ ചക്രവർത്തി, ഒരു പ്രേമ ചക്രവർത്തി. അങ്കനമാർ മൗലേ അംശുമതി ബാലേ അനംഗ കാവ്യകലേ ഇതിലേ ഇതിലേ ഇതിലേ. അങ്കനമാർ മൗലേ അംശുമതി ബാലേ. താങ്ക് യു.
വളരെ തന്നെ എന്തായാലും അങ്ങനെ ചക്രവർത്തി തന്നെയാണ്. കാരണം പാട്ടുപാടാൻ കഴിയുന്നത് അങ്ങനെ ഭാഗ്യമുണ്ടല്ലോ. വളരെ മനോഹരമായിട്ട് തന്നെ പാടിയുണ്ട്, യാതൊരു സംശയമില്ല. ഇനി അടുത്തൊരു കലാകാരൻ, സമ്പൂർണ്ണ കലാകാരൻ കൂടിയായ ശ്രീമാൻ ബിജു പെരുമ്പഴ സാർ ക്ഷണിക്കും. സാർ പ്ലീസ് അൺമ്യൂട്ട് ചെയ്യാമോ സാർ? കേൾക്കാമോ സാർ? കേൾക്കാം. ഓ, താങ്ക് യു. അടുത്ത് തന്നെ വീണ്ടും ഒന്നും കൂടെ വരാൻ പറ്റിയതിലും വളരെ സന്തോഷം. വളരെ സാറ് ഗഫൂർ സാറ് വളരെ മനോഹരമായിട്ട് അത് പാടുകയും ചെയ്തു. ചക്രവർത്തി എന്നൊക്കെയുള്ള ആ എടുപ്പൊക്കെ വളരെ നന്നായിട്ടുണ്ട്. സാറിന് ഞാൻ കാണുന്നില്ല, പക്ഷേ എങ്കിലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സാറിന്, അബ്ദുൽ ഗഫൂർ സാർ. അപ്പോൾ നമ്മൾ വയലാറിൻ്റെ പാട്ടുകൾ ഏത് സെലക്ട് ചെയ്യണമെന്നുള്ള വലിയ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ സാധാരണ വയലാർ ഇപ്പം അവർ ഇഷ്ടപ്പെട്ട കവികളെ എല്ലാം എവിടെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടിൽ ചേർക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിയാണ് കാളിദാസൻ. അപ്പോൾ കാളിദാസന്റെ ഒരു നമ്മുടെ പാർവതി തപസ് ചെയ്യുന്ന സമയത്ത് മഴത്തുള്ളി വീഴുന്നതിനെ പറ്റി കാളിദാസൻ പറയുന്നുണ്ട്. സ്ഥിതക്ഷണം പഷ്മാസു തദിത അധര എന്നൊക്കെ പറഞ്ഞൊരു സംസ്കൃത ശ്ലോകമുണ്ട്. അപ്പോൾ ആ ശ്ലോകം ഒരു മഴ പെയ്യുന്ന രാത്രിയിലെ ഒരു സീൻ, മഴ പെയ്യുന്ന നസീർ സാറും ജയഭാരതിയും കൂടെ അഭിനയിക്കുന്ന ഒരു സീനിൽ വയലാറിന്റെ ഗാനങ്ങളിൽ അത് ആ ഒരു ശ്ലോകത്തിന്റെ മലയാളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടാണ് ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിലൊരു ഗാനമാണ്. ദേവരാജ മാസ്റ്ററുടെ സംഗീതം തന്നെയാണ്. പനി നീർമഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരുന്നൊരഴകേ, നനയുന്നത് കഞ്ചുകമോ സഖി, നിന്നെ പൊതിയും യൗവനമോ. പനി നീർമഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരുന്നൊരഴകേ, നനയുന്നത് കഞ്ചുകമോ സഖി, നിന്നെ പൊതിയും യൗവനമോ. പനി നീർമഴ പൂമഴ തേന്മഴ. കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമലക്കൂമ്പുകൾ നുള്ളി, കൺപീലികളിൽ തങ്ങി കവിളിലെ കമലക്കൂമ്പുകൾ നുള്ളി, മാറിൽ തട്ടി തകർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി, പൊക്കിൽ കുഴിയൊരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി, പണ്ടു ശ്രീ പാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി സുന്ദരിയാക്കി. പനി നീർമഴ പൂമഴ തേന്മഴ. മേഘപ്പൂക്കളിലൂടെ മുകളിലെ മഴവിൽ പൊയ്കയിലൂടെ, കാറ്റിൻ ചിറകിൽ പിടിച്ചു കയറി കനക പൂമ്പൊടി പൂശി, മണ്ണിൻ മനസ്സിലെ വികാരമായൊരു മധുരമഴത്തുള്ളി, പണ്ടു ഭാഗീരഥിയെ പോലെ നിന്നെയും പുഷ്പിണിയാക്കി പുഷ്പിണിയാക്കി. പനി നീർമഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരുന്നൊരഴകേ, നനയുന്നത് കഞ്ചുകമോ സഖി, നിന്നെ പൊതിയും യൗവനമോ. പനി നീർമഴ പൂമഴ തേന്മഴ. പനീർ മഴ തന്നെയായിരുന്നു. ജയചന്ദ്രന്റെ ശബ്ദത്തോട് സാമ്യം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടിട്ട്. നമുക്ക് അപ്പൊ ഇനി പി സുശീലൻ ശബ്ദത്തോടെ കേൾക്കാം. പി സുശീലൻ നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങിച്ച ഡോക്ടർ ഷീബ റാണി നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ ഷീബ റാണി, കേൾക്കാമോ സർ? കേൾക്കാം. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗാനമാണ് ശ്രാവണ ചന്ദ്രിക എന്ന് തുടങ്ങുന്ന പാട്ട്.
വയലാറിന്റെ മനോഹരമായ ഗീതം. ശ്രാവണ ചന്ദ്രിക പൂചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. നീലാകാശ താമരയിലയിൽ നക്ഷത്രലിപിയിൽ, നീലാകാശ താമരയിലയിൽ നക്ഷത്രലിപിയിൽ, കവിത പകർത്തി വച്ചു, അന്നതും ഞാൻ വായിച്ചു. വന്നു കണ്ടു കീഴടക്കി എന്നെ കേളി പുഷ്പമാക്കി. ശ്രാവണ ചന്ദ്രിക പൂചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. സ്വർഗാരോഹണ വീഥിക്കരികിൽ സ്വപ്നങ്ങൾക്കിടയിൽ, സ്വർഗാരോഹണ വീഥിക്കരികിൽ സ്വപ്നങ്ങൾക്കിടയിൽ, ഞാൻ അവനെ സ്നേഹിച്ചു. വന്നു കണ്ടു കീഴടക്കി എന്നെ കേളി പുഷ്പമാക്കി. ശ്രാവണ ചന്ദ്രിക പൂചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ഓക്കെ, വളരെ മനോഹരമായിട്ട് പാടി. ഡോക്ടർ ഷീബ റാണി നമ്മുടെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറാണ്. ഗഫൂർ സാറിലേക്ക് വീണ്ടും പോകാം. സാറേ റെഡിയാണോ? അൺമ്യൂട്ട് ചെയ്യണേ സാർ, അൺമ്യൂട്ട് ചെയ്യണേ. നെറ്റ് പ്രോബ്ലം തോന്നുന്നല്ലോ. ഓക്കെ അല്ലേ? ആ ഓക്കെ, ഓക്കെ അല്ലേ? കേൾക്കാം സാർ, കേൾക്കാം. കേൾക്കണില്ലേ? കേൾക്കാം സാർ, കേൾക്കാം. കേൾക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഇത് സന്ധ്യ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രചിച്ച് ബാബുരാജ് സംഗീതം നൽകി യേശുദാസും ജാനകിയും ചേർന്ന് പാടിയതാണ്. അവർക്ക് നന്ദി അർപ്പിക്കുകയാണ്. അവരിതൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് നമുക്കിങ്ങനെ പാടാൻ കഴിയാണ്. അപ്പം അസ്തമന കടലിന്നകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയച്ചു നിങ്ങളെ ആരുദൂതിനയച്ചു
അസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയച്ചു നിങ്ങളെ ആരുദൂതിനയച്ചു പാർവണ ചന്ദ്രിക പകലിരുന്നുറങ്ങും ഇലേ പാർവണ ചന്ദ്രിക പകലിരുന്നുറങ്ങും പഞ്ചലോഹമേടയിലെ അനുരാഗ വിവശയമേതോ നായിക അയച്ചതാവാമവരെ അനുരാഗ വിവശയമേതോ നായിക അയച്ചതാവാമവരെ അയച്ചതാവാമവരെ അസ്തമന കടലിനകലെ അകലെ അകലെ പറഞ്ഞാലും തീരാത്ത പ്രേമരഹസ്യം കരയുടെ കാതിൽ പറയും പറഞ്ഞാലും തീരാത്ത പ്രേമരഹസ്യം കരയുടെ കാതിൽ പറയും തിരയുടെ വെള്ള പളുങ്കു താളിൽ തിരയുടെ വെള്ള പളുങ്കു താളിൽ തീരം മറുപടി എഴുതും തീരം മറുപടി എഴുതും അസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയച്ചു നിങ്ങളെ ആരുദൂതിനയച്ചു. താങ്ക് യു. നന്നായിട്ടുണ്ട്. ബിജു സാർ തുടങ്ങാമോ? ഓ തുടങ്ങാം സാർ. ബിജു സാറ് ഇത് ആ പാട്ടിന്റെ മർമ്മം അറിഞ്ഞ് പാടിയട്ടാ. കൺഗ്രാജുലേഷൻ. താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ അടുത്തത് ഈ പറഞ്ഞ നേരത്തെ കാളിദാസനാണ് ഇത്തവണ വള്ളത്തോളിന്റെ ഒരു കവിതയിൽ വയലാർ എങ്ങനെ എടുത്തിരിക്കുന്നു എന്നാണ്. വള്ളത്തോളിന്റെ ഒരു കവിതയിലെ 4 വരികൾ തുടങ്ങുന്നത് വെണ്ണ തോൽക്കുമുടലിൽ സുഗന്ധിയാം എണ്ണ തേച്ചൊ അരയിലൊറ്റ മുണ്ടുമായി തിണ്ണമേലമരും ആ നദാങ്കി മുക്കണ്ണനേകി മെഴികൾക്കൊരു ഉത്സവം എന്നൊരു 4 വരിയുണ്ട്. അപ്പൊ ആ 4 വരികളിൽ നിന്ന് വയലാർ 2 മനോഹര ഗാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് ഓഫ് കോഴ്സ് വെണ്ണ തോൽക്കുമുടലോടെ എന്നുള്ള ഗാനം. രണ്ടാമത്തെ പാട്ടാണ് ഞാൻ പാടുന്നത്, അരയിലൊറ്റ മുണ്ടുമായി എന്നുള്ള ഒരു വരി, അടുത്ത വരിയുണ്ട്. ആ ഒരു പാട്ട് അരയിലൊറ്റ മുണ്ടുമായി എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് അടുത്തത്. അത് ഏത് സിനിമയാണെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അതാണ് പാടുന്നത്. അതും ദേവരാം മാസ്റ്റർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സുന്ദരിയുടെ കഥ. ഒരു സുന്ദരിയുടെ കഥ. താങ്ക് യു സാർ. ഒരു സുന്ദരിയുടെ കഥ. അതിന് ജയഭാരതി ഇങ്ങനെ നടന്നു പോകുന്ന സീൻ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഏത് സിനിമ എന്നുള്ളത് പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ സന്തോഷം സാർ, സാറ് കേൾക്കാനിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം. അപ്പൊ അരയിലൊറ്റ മുണ്ടെടുത്ത പെണ്ണേതാണ്. അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ അണിവൈര കമ്മലിട്ട പെണ്ണേ ആടിവാ തുള്ളിയോടിവാ ആടിമാസ പുലരി പെണ്ണേ. അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ അണിവൈര കമ്മലിട്ട പെണ്ണേ ആടിവാ തുള്ളിയോടിവാ ആടിമാസ പുലരി പെണ്ണേ. പൊന്നുദയ പൊയ്കയിൽ നിന്നോ പൊന്നമ്പല മതിലകത്തുന്നോ പൊന്നുദയ പൊയ്കയിൽ നിന്നോ പൊന്ന
പൊന്നമ്പലമതിലകത്തുന്നോ പോന്നു വന്നു നീ പോന്നു വന്നു പൂന്തിങ്കൾ കലയുറങ്ങണ പൂമുഖത്തുന്നു ഓ ഓ ഓ അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ അസ്തമന കടപ്പുറത്തേക്കോ അന്ധകാര തുറമുഖത്തേക്കോ അസ്തമന കടപ്പുറത്തേക്കോ അന്ധകാര തുറമുഖത്തേക്കോ പോവതെങ്ങോ നീ പോവതെങ്ങോ ഭൂതങ്ങൾ പുകവലിക്കണ ബലുമുഖത്തേക്കോ ഓ ഓ ഓ അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ അണിവൈര കമ്മലിട്ട പെണ്ണേ ആടിവാ തുള്ളിയോടിവാ ആടിമാസ പുലരി പെണ്ണേ അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. അതിന്റെ എല്ലാ ഭാവങ്ങളെയും ആവാഹിച്ചുകൊണ്ട് തന്നെ പാടിയിരിക്കുകയാണ് ഡോക്ടർ ഷീബ റാണി. അത് കഴിഞ്ഞ് ഡോക്ടർ സുനിലേക്ക് വരാം. ഷീബ റാണി ഡോക്ടറെ. ഓക്കെ സർ. അടുത്ത മറ്റൊരു മനോഹര ഗാനമാണ് ഉജ്ജയിനിയിലെ ഗായിക. അത് നമ്മുടെ സാർ ആവശ്യപ്പെട്ടതും കൂടെയാണ് പാടാൻ. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഋതുദേവതയായി നൃത്തം വച്ചു, മുനി കന്യകയായി പൂജിച്ചു. ഋതുദേവതയായി നൃത്തം വച്ചു, മുനി കന്യകയായി പൂജിച്ചു. ഹിമഗിരി പുത്രിയായി തപസ്സിരുന്നു അവൾ, സ്വയംവര പന്തലിൽ ഒരുങ്ങി നിന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. അലിയും ശിലയുടെ കണ്ണു തുറന്നു, കലയും കാലവും കുമ്പിട്ടു. അലിയും ശിലയുടെ കണ്ണു തുറന്നു, കലയും കാലവും കുമ്പിട്ടു. അവളുടെ മഞ്ചീര ശിഞ്ചിതത്തിൽ സൃഷ്ടി സ്ഥിതി ലയ താളങ്ങൾ ഒതുങ്ങി നിന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. നന്ദി. വളരെ നന്നായി. കലയും കാലവും കുമ്പിട്ട പ്രതിഭ തന്നെ, യാതൊരു സംശയമില്ല. വളരെ ഭംഗിയായിട്ട് പാടി. ഡോക്ടർ സുനിൽകുമാർ, ഒരു വ്യത്യസ്തമായ ശബ്ദത്തിൽ പാട്ട് കേൾക്കാം. ഡോക്ടർ സുനിൽ, അൺമ്യൂട്ട് ചെയ്യണേ.
ആ ഞാന് കേക്കാവോ? കേൾക്കാം. കേൾക്കാം. ഞാൻ ONV കുറുപ്പിന്റെ ഒരു പാട്ടാണ് പാടുന്നത്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിലില ചാത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായ പക്ഷിയൻ ജാലക വാതിലിൻ ചാരെ ചിലച്ച നേരം, വാതിലിൻ ചാരെ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ടു വിരിഞ്ഞ നാളിൽ, സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുക്തസങ്കൽപ്പം തലോടി നിൽക്കേ, ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ, ഗീതികളെന്നിൽ ചിറകടിക്കേ, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. താങ്ക് യു. ONV-യും വയലാറും കൂടി ഒരേ സിനിമയ്ക്ക് തന്നെ പാട്ട് എഴുതിയും ഒരുപക്ഷെ ശ്രീ വയലാർ രാമവർമ്മ പോലും ഞെട്ടിക്കാണും. പൊൽത്തിങ്കൽക്കല പൊട്ടുതോട്ട എന്നുള്ള അപാരമായ പ്രതിഭയുടെ ഉറവിടമായിരുന്നു ONV. വളരെ നന്ദി. ഗഫൂർ സാറേ, ആവനാഴിയുടെ അസ്ത്രങ്ങൾ ഇനിയും ധാരാളം ബാക്കിയുണ്ടെന്ന് അറിയാം. ഒരു പാട്ടുകൂടി പാടാം, സമയമുണ്ട്. എന്താ സാറ് പറഞ്ഞത്? ആവനാഴിയുടെ അസ്ത്രങ്ങൾ ഇനിയും ബാക്കിയുണ്ടല്ലോ, ഒരു പാട്ടുകൂടി പാടാം. ഓ, നമ്മുടെ ഷീബ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ അല്ലേ? അവര് നല്ലൊരു ആ ഒരു ചൊവ ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല സർ, ഷീബ അടിപൊളിയായിട്ട് പാടി. പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ലേ? ഇല്ല. പഠിക്കാതെ അപ്പൊ ആ എടുപ്പൊക്കെ കേൾക്കുമ്പോഴേ അച്ഛാ, അത് ഒരുപാട് പാടി പാടി. ആ പാട്ട് ആ തുടക്കമില്ലേ? ഓക്കെ എന്നാ. കൂട്ടുകുടുംബം, അത് ശരി. കൂട്ടുകുടുംബം എന്ന ചിത്രത്തിന് വേണ്ടി ദേവരാജൻ സംഗീതം നൽകി പാട്ടാണ് വീണ്ടും കേട്ടോ. കൂട്ടുകുടുംബം അവർക്ക് താങ്ക് യു. അപ്പൊ ഇന്ദ്രനീല യവനിക ഞൊറിഞ്ഞു ചന്ദ്രലേഖ മണിയറ തുറന്നു രജനി ചൈത്ര രജനി, നിന്റെ
രഹസ്യ കാമുകൻ വരുമോ ഇന്ദ്രനീല യവനിക ഞൊറിഞ്ഞു ചന്ദ്രലേഖ മണിയറ തുറന്നു അർദ്ധനഗ്നാംഗിയായി അന്തപുരത്തിൽ നീ അല്ലെങ്കിൽ എന്തിനായി ഒരുങ്ങി നിന്നോ കാറ്റത്തു കിളിവാതിൽ താനേ തുറന്നപ്പോൾ കൈകൊണ്ടു മാറിടം മറച്ചു കാറ്റത്തു കിളിവാതിൽ താനേ തുറന്നപ്പോൾ കൈകൊണ്ടു മാറിടം മറച്ചു നീ കൈകൊണ്ടു മാറിടം മറച്ചു ഇന്ദ്രനീല യവനിക ഞൊറിഞ്ഞു ചന്ദ്രലേഖ മണിയറ തുറന്നു രജനി ചൈത്ര രജനി നിന്റെ രഹസ്യ കാമുകൻ വരുമോ മഞ്ജു പീതാംബരം മഞ്ഞിൽ നനച്ചു നീ പഞ്ചലോഹ കട്ടിൽ അലങ്കരിച്ചു മഞ്ജു പീതാംബരം മഞ്ഞിൽ നനച്ചു നീ പഞ്ചലോഹ കട്ടിൽ അലങ്കരിച്ചു മാണിക്യമേതിയടി കാലൊച്ച കേട്ടപ്പോൾ നാണിച്ചു നിൻമുഖം കുനിച്ചു മാണിക്യമേതിയടി കാലൊച്ച കേട്ടപ്പോൾ നാണിച്ചു നിൻമുഖം കുനിച്ചു നീ നാണിച്ചു നിൻമുഖം കുനിച്ചു ഇന്ദ്രനീല യവനിക ഞൊറിഞ്ഞു ചന്ദ്രലേഖ മണിയറ തുറന്നു രജനി ചൈത്ര രജനി നിന്റെ രഹസ്യ കാമുകൻ വരുമോ ഓ ഓ താങ്ക് യു. സാറേ ഒരു പാട്ട് കൂടി ബിജു സാർ. എന്നോടാണോ? അതെ. ഓക്കെ സാർ. അപ്പം തീരാറ് ഒരു പാട്ട്. ഈ പ്രണയഗാനങ്ങളാണല്ലോ വയലാർ ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞോട് നമ്മൾ സംസാരിച്ചപ്പം എല്ലാവരും പറഞ്ഞതുമാണ്. അപ്പം ഒരു പ്രണയനിയെ ഏറ്റവും കൂടുതൽ എങ്ങനെ വിവരിക്കാമെന്ന് വയലാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് കരിനിഴൽ എന്ന ചിത്രത്തിലാണ്. ദേവരാജ മാസ്റ്റർ തന്നെയാണ് സംഗീതം. ഒരു 90% വയലാറിന്റെ പാട്ടുകളും ദേവരാജ മാസ്റ്ററാണ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു 254 സിനിമകളിൽ വയലാർ എഴുതിയതിൽ 138 എണ്ണത്തിലും ദേവരാജ മാസ്റ്ററാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ വയലാർ ദേവരാജ പാട്ടുകളാണ് നമുക്ക് പാടാൻ കൂടുതൽ കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഈ കരിനിഴൽ എന്ന ചിത്രത്തിൽ ഈ പാട്ടും കൂടെ പാടാം. വെണ്ണക്കല്ലു കൊണ്ടല്ല വെള്ളി നീലാവു കൊണ്ടല്ല സൗന്ദര്യ ദേവത നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല വെണ്ണക്കല്ലു കൊണ്ടല്ല രാസക്രീഡയിൽ കാമുകർ ചൂടും രോമാഞ്ചം കൊണ്ടു കരുപ്പിടിച്ചു രാസക്രീഡയിൽ കാമുകർ ചൂടും രോമാഞ്ചം കൊണ്ടു കരുപ്പിടിച്ചു പ്രേമമെന്ന വികാരമുരുക്കി കാമദേവൻ മെനഞ്ഞെടുത്തു പ്രേമമെന്ന വികാരമൊരുക്കി കാമദേവൻ മെനഞ്ഞെടുത്തു നിന്നെ മെനഞ്ഞെടുത്തു വെണ്ണക്കല്ലു കൊണ്ടല്ല വെള്ളി നീലാവു കൊണ്ടല്ല സൗന്ദര്യ ദേവത നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല വെണ്ണക്കല്ലു കൊണ്ടല്ല
നാഗപഞ്ചമി രാത്രിയിൽ വിടരും നക്ഷത്രം കൊണ്ട് മിഴി തീർത്തു. നാഗപഞ്ചമി രാത്രിയിൽ വിടരും നക്ഷത്രം കൊണ്ടു മിഴി തീർത്തു. ഈ മനോജ്ഞലതാസദനത്തിൻ പൂമുഖങ്ങൾ നിനക്കു തന്നു. ഈ മനോജ്ഞലതാസദനത്തിൻ പൂമുഖങ്ങൾ നിനക്കു തന്നു. ഭൂമി നിനക്കു തന്നു. വെണ്ണക്കല്ല് കൊണ്ടല്ല, വെള്ളി നീലാവു കൊണ്ടല്ല, സൗന്ദര്യ ദേവത നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല. വെണ്ണക്കല്ല് കൊണ്ടല്ല. ഇതിനപ്പുറം ഇനി നമ്മൾ എന്താണ് പറയുന്നത്? അതെ, വളരെ ഭംഗിയായിട്ടുണ്ട്. ശിവാനന്ദ ഡോക്ടറെ, ഇനി പാട്ടുണ്ടോ? ഇല്ലെങ്കിൽ മതിയാക്കാം. എന്താ പറയുന്നു? 4 വരിയുടെ പാടാം. ഓ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇത് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്, എല്ലാവരും പാടാൻ ഇഷ്ടപ്പെടുന്ന പാട്ടാണ്. അതാ വേണ്ടത്. ഓക്കെ. പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം, പൂന്തേനരുവി. വരി പഠിച്ചില്ല സർ. ഓക്കെ, എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. നമുക്കൊരേ ദാഹം, നമുക്കൊരേ മോഹം. അപ്പം പാട്ട് കേൾക്കാൻ ഇനി മോഹമുണ്ട്. നമുക്ക് ഇനി തുടരാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പരിപാടി അവസാനിക്കുന്ന സമയമായി. ഔപചാരികമായി നന്ദി പറയുന്നതിനായിട്ട് മുൻ DMO കൂടിയായ മറിയാമ്മ ഡോക്ടർ ക്ഷണിക്കുന്നു. ഡോക്ടറെ. നന്ദി മനോജ് ഡോക്ടറെ. IFH ഇന്ന് നടത്തിയ മഹാനായ വയലാർ രാമവർമ്മ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനാഞ്ജലി എന്ന പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും വയലാർ ഗാനങ്ങളെ പ്രത്യേകിച്ച് ഓരോ പ്രണയഗാനത്തിൻ്റെയും പ്രണയഭംഗഗാനത്തിൻ്റെയും ആദ്യ വരികളെ അർത്ഥം വളരെ ഭംഗിയായി വിവരിക്കുകയും ചെയ്ത ശ്രീ TP ശാസ്തമംഗലം സാറിന് IFPHൻ്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഗാനാഞ്ജലിയിൽ 3 വയലാർ ഗാനങ്ങൾ വളരെ ഭംഗിയായി ആലപിച്ച മുൻ ഹോമിയോപ്പതി DMOയും ഹോമിയോപ്പതിയുടെ അഭിമാനമായ ഗായകനുമായ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിലെ പനിനീർ മഴ, പൂമഴ, തേന്മഴ, ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിലെ അരയിലൊറ്റ മുണ്ടെടുത്ത പെണ്ണെ, പ്രണയിയെ വർണ്ണിച്ചുകൊണ്ട് കരിനിഴൽ എന്ന ചിത്രത്തിൽ വെണ്ണക്കല്ലുകൊണ്ടല്ല വെള്ളി നിലാവ് കൊണ്ടല്ല എന്നീ ഗാനങ്ങൾ വളരെ ഭംഗിയായി ആലപിച്ച ഗായകനും സാംസ്കാരിക പ്രവർത്തനം കൂടിയായ ശ്രീ ബിജു പെരുമ്പഴ സാറിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ശ്രാവണചന്ദ്രിക, ഉജ്ജയിനിയിലെ ഗായിക, പൂന്തേനരുവി എന്നീ മനോഹര ഗാനങ്ങൾ ആലപിച്ച ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീബ റാണിക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി എന്ന മനോഹര ഗാനം ആലപിച്ച സുനിൽകുമാർ ഡോക്ടർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ സ്വാഗതം ആശംസിച്ച ഈ IFPHന്റെ എല്ലാമായ ധനേഷ് ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രത്യേക പരിപാടിയുടെ മോഡറേറ്ററും എന്നാൽ ഇന്നത്തെ നമ്മുടെ മോഡറേറ്ററും കൂടിയായ മനോജ് ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. 1891 പ്രതിദിന സൂം വെബിനാറിൽ ഇന്ന് പങ്കെടുക്കുകയും ഇന്നത്തെ ഈ ചടങ്ങ് ഇത്രയേറെ ഭംഗിയാക്കി ചെയ്ത എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേകം പേരുപേരായി നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിലുപരിയായി ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
ഈ രാത്രിയുടെ ഒരു പ്രത്യേക ഒരു പ്രതിഭയായ ശാസ്ത്രമംഗല സാറിനെ പരിചയപ്പെടാനും കേൾക്കാനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ ഇതോടുകൂടി IFPHന്റെ 1891 ദിവസത്തെ മലയാളം പരിപാടിയോട് അവസാനിക്കുകയാണ്. നാളെ ഇതേ സമയം കാണാൻ വീണ്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി.